ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉണ്ണികളുടെ നമ്മുടെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ ഡെക്കോറിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് വിഷ്ണുവിൻ്റെ കയ്യിൻ്റെ മുറിവിൻ്റെ ഡ്രസ്സിങ് ചെയ്യാൻ പോയിട്ടാണ്. എന്നിട്ട് ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഡെക്കോറിൻ്റെ ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഞങ്ങൾ ആമസോണിൽ നിന്ന് നമ്മളൊരു തീം സെറ്റ് ചെയ്തിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടാണ്ട് അത് കുറച്ച് ആവശ്യങ്ങളുള്ള സാധനങ്ങളും മേടിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ മേക്ക് മൈ പാർട്ടിയിലാട്ടോ വന്നത്. മോളുടെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവിടെ നിന്നാണ് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെ വേണ്ടത് വെച്ചിട്ട് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വലിയ എമൗണ്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ എടുക്കാം. പക്ഷേ ഞങ്ങൾ അത്ര വലിയ ഒരു എന്താ പറയുക മിനിമലും എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ്, നമ്മൾ ബഡ്ജറ്റിൽ നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അത്യാവശ്യം എമൗണ്ട് ഉള്ള കാരണം ഞങ്ങൾ കുറേ സാധനങ്ങളൊന്നും മേടിച്ചില്ല. ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. കാരണം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ബിരിയാണിയും അതുപോലെ തന്നെ ഷാർജ ഷേക്കും ഓർഡർ ചെയ്തിട്ട് KR ബേക്കറിയിൽ നിന്ന് നല്ല ഫുഡായിരുന്നു, അവിടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫെജിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ബലൂണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടാണ്. ഫെജിയിൽ പോയാൽ മതിയെന്ന് പിന്നെ തോന്നി, കാരണം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി. ഈ മക്കൾക്ക് 2 എടുത്തു, എനിക്കൊരു ചുരിദാർ എടുത്തു, പിന്നെ വിഷ്ണുവിനും എടുത്തു. അപ്പോൾ ബർത്ത്ഡേ 2 ദിവസം മുന്നേ ഉണ്ടായി ഇതൊക്കെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി പിന്നെ കുറച്ച് സാധനങ്ങളായിട്ട് മേടിക്കലായിരുന്നു 2 ദിവസം. അങ്ങനെ പിന്നെ ലാസ്റ്റ് ദിവസം ആയപ്പോൾ അന്ന് വൈകിട്ടും ഇതുപോലെ തന്നെ വൈകിട്ട് വരെ നമുക്കിങ്ങനെ ഓരോ പർച്ചേസ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കൽ പിന്നെ ഫാൻസി ഐറ്റംസ് മേടിക്കലൊക്കെ ആയിട്ട് നടത്താൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ പണികളും കാര്യങ്ങളും ഒതുക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡെക്കോറിന് നിന്നു. ഫുള്ള് ക്ലീനിങ് ആയിരുന്നു കേട്ടോ വൈകിട്ട്. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം നമുക്ക് വീട്ടിലെത്തി പിന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കി നേരെ പിന്നെ ക്ലീനിങ്ങിന് നിന്നു. അങ്ങനെ 9 മണിയൊക്കെ ആയി ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ വീട്ടിലെത്താം. അപ്പോൾ പിന്നെ നേരെ പിന്നെ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിഷ്ണുവിന് ഈ കൈമ പറ്റിയതാണ് ഏറെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട്. കാരണം അവളുണ്ടെങ്കിൽ എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഡെക്കറേഷൻ പിന്നാലെ നടന്നാൽ മതി, ഡെക്കറേഷനും കാര്യങ്ങളും. ഇതിപ്പോൾ വണ്ടി ഓടിച്ച് ഇവനെ വെച്ച് ഞാൻ എന്ത് ചെയ്യണം, സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഡെക്കറേഷൻ ചെയ്യണം. അങ്ങനെ കേക്കിൻ്റെ ഡ്രസ്സിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, കുറേ അങ്ങനെ. പക്ഷേ ചെയ്ത് വന്നപ്പോൾ നല്ല രസമായി. എന്നാലും അപ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡായി ഫീൽ ചെയ്തിട്ടോ. എനിക്ക് ആ ഒരു ഹാങ് ഓവർ വിടാൻ തന്നെ ഒരു ആഴ്ച എടുത്തു. ഭയങ്കര ലേസി ഫീലിംഗ് ആയി. മടിയൊക്കെ പിടിച്ചു. അതാ വീഡിയോ ഒക്കെ എന്താ പറയുക ഇടാതിരുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വന്ന് ഡെക്കറേഷൻ്റെ പരിപാടി ബലൂൺ വീർപ്പിച്ച് സെറ്റാക്കി. പിന്നെ ഇതൊക്കെ ഈ ബലൂണ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താട്ടോ. ഈ തീം ഒരു ജംഗിൾ തീമായിരുന്നു, വൈൽഡ് അനിമൽസിൻ്റെ. അപ്പോൾ അത് ഭയങ്കര വെർത്തായി തോന്നി. ഇങ്ങനെ മേടിക്കുകയാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ്. ഏകദേശം 300 രൂപയിൽ കാര്യം ഒതുങ്ങും ചെയ്തു. ഇത്രയും കുറേ ബലൂൺ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോരാത്തതിന് നമ്മൾ ഈ ബ്ലാക്ക് ബലൂണും കുറച്ച് എക്സ്ട്രാ ഗ്രീൻ കളറ് കുറച്ച് ഇനിയിപ്പോൾ കുറവായാലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചധികം ബലൂൺസ് മേടിച്ച് സെറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പാക്കിലുള്ളത് തന്നെ മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അഡീഷണലി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചത് ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഗോൾഡൻ കളറ് മേടിച്ചത്. ഒരു ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നു തോന്നി. അല്ലെങ്കിൽ ബ്ലാക്ക് ഈ ഹാങ്ങിങ്ങിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ ഹാങ്ങിങ്, അതൊന്ന് ബ്ലാക്ക് ആക്കിയാൽ മതിയായിരുന്നു തോന്നിയിട്ടാണ്. കാരണം എല്ലാം ഗോൾഡായപ്പോൾ എന്തോ ഒരു ഇതുണ്ട്. പക്ഷെ ഫോട്ടോയിലും ഈ ചെയ്തപ്പോഴും രസമുണ്ട്. ഞങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാപ്പി ബർത്ത്ഡേ മാത്രം ഈ ഡെക്കോറിൽ ഇത് വന്നപ്പോൾ അതും ഗോൾഡ്, നമ്മൾ മേടിച്ച സാധനങ്ങളും ഗോൾഡ്. അപ്പോൾ നമ്മളൊരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ്. പക്ഷേ ആ ലൈറ്റ് ഇട്ടിട്ടും അതിന് വലിയ കാര്യം തോന്നിയില്ല. പിന്നെ നമ്മൾ പിറ്റേ ദിവസം കടയിൽ പോയി മേടിക്കുകയാണ് ചെയ്തത്. കാരണം രാത്രിയാണ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വൃത്തിയുടെ പിന്നെ രാവിലെയാണ് ഞങ്ങൾ വേറൊരു ഡെക്കറേഷൻ സെറ്റ് മേടിച്ചിട്ട് അതിലത്തെ ഹാപ്പി ബർത്ത്ഡേ ഇവിടെ മേടിച്ചൊട്ടിച്ചത്. അതുപോലെ തന്നെ മുകളിലത്തെ ബലൂണും ഞങ്ങൾ രാവിലെയായിട്ട് സെറ്റ് ചെയ്തത്. അതെങ്ങനെയുണ്ടെന്ന് പറയും, നിങ്ങൾക്ക് ഇഷ്ടമായി നോക്കട്ടോ. പിന്നെ വീണ്ടും രാവിലെ ഫൈനൽ ടച്ചപ്പ് ചെയ്ത് വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് നേരെ കേക്കൊക്കെ മേടിക്കാൻ പോയി. എന്നിട്ട് പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. തീർന്നോട്ടോ, തീർന്നോട്ടോ.
ടിഷ്യൂ അങ്ങനെ പിന്നെ എല്ലാവരും കേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കലൊക്കെ ആയി. ആ നേരത്തൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് തന്നെ വേറെ എന്താ പറയുക, കേക്ക് മുറിക്കുമ്പോൾ ചേച്ചിയിലൊക്കെ ഫോണിലെടുത്ത് വീഡിയോ എടുത്തതാണ് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കുന്നതും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ട്രൈപ്പോഡൊക്കെ ഇവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം ആ ഒരു ടൈമിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണി ചെറുതായി വാശിക്ക് പിടിച്ചപ്പോൾ നമ്മൾ എടുക്കാൻ മറന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വക ചേച്ചി കേക്ക് കൊടുക്കുന്നു, മോള് കേക്ക് കൊടുക്കുന്നു. അങ്ങനെ എല്ലാം ഫസ്റ്റ് നമ്മൾ മോളുടെ കേക്കാട്ടം മുറിച്ചത്. അവൾക്ക് 4 വയസ്സും പിന്നെ മോൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേയും അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ അവളുടെ അല്ലെങ്കിൽ അവൾക്കൊരു വിഷമമില്ലേ, മോന് പിന്നെ അതൊന്നും മനസ്സിലാവാറായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും മോളുടെ കേക്കാണ് ഫസ്റ്റ് മുറിച്ചത്. അത് തന്നെയാണ് കുറച്ച് ഹൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇത് പിന്നെ നമ്മൾ കേക്ക് പറയുകയാണെങ്കിൽ ഡെലീഷ്യസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലുള്ള ഒരു കുട്ടി അഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ കേക്കാട്ടത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ്, പിന്നെ അഫോർഡബിൾ ആണ്. നമ്മൾക്ക് മടുക്കില്ല, കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു കേക്കായിരുന്നു. നല്ല സെറ്റ് സൂപ്പർ സാധനമാണ്. നല്ല ഹോംലി ഫീൽ നമുക്ക് തോന്നും കഴിക്കുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നുമില്ല. പിന്നെ പാപ്പനും മാമൊക്കെ ആയിട്ട് ആദ്യം ഭക്ഷണം കഴിച്ചത്. പെട്ടെന്ന് പറയണതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി. അതുപോലെ നമ്മുടെ അവരുടെ മക്കളും അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ അമ്മയുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, മാമൻ, അതുപോലെ തന്നെ വല്യമ്മമാരുടെ മക്കൾ, അങ്ങനെയാണ് ഇവരൊക്കെ കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കുന്നത് ചേട്ടനും അതുപോലെ തന്നെ മാമൻ്റെ മോളൊക്കെയാണ്. പിന്നെ ഇത് ഇന്ദുവേച്ചിയുടെ മക്കൾ അശ്വതീച്ചിയുടെ മോള് അവിടെ നിന്നിട്ട് മുട്ട കഴിക്കുന്നതാണ് അജു ചേട്ടൻ, അവരുടെ മോളാണ് തന്നെ ആയിരുന്നു. പിന്നെ അനുചേട്ടൻ, മാമൻ, ആൻറ്റി, പിന്നെ ആയിഷ്, മാളു മാമൻ്റെ മക്കളാണ്. പിന്നെ ഫ്രണ്ട്സ്, വിനുവിൻ്റെ അപ്പൂസിൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ. പിന്നെ അമ്മ, ഉണ്ണിയുടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണി നീറ്റിട്ട്, കാരണം അത്രയും നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ നീറ്റിട്ട്. പിന്നെ രാത്രിയാണെങ്കിൽ ഞങ്ങൾ 2 മണിയായിട്ടാണ് കിടന്നുറങ്ങിയത് ഈ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട്. അതുവരെ മക്കളും ഉറങ്ങിയില്ല, അവരുറങ്ങാൻ കൂട്ടാക്കണില്ല, കാരണം ഞാൻ അങ്ങനെ വന്ന് കിടക്കാണ്ട് അവരുറങ്ങില്ല. അപ്പോൾ അവരുറങ്ങാത്ത കാരണം അവർക്ക് ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നതിൻ്റെ മുന്നേ വരെ ആ ഒരു ഇത് ക്ഷീണം അവർ കാണിച്ചെങ്കിലും പിന്നെ അവർ കേക്ക് മുറിക്കുമ്പോൾ അവർ ഉഷാറായിട്ടാണ്, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും പിന്നെ വല്യമ്മ ഒക്കെ കഴിഞ്ഞിട്ട് വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു, രമ്മ വല്യമ്മ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇവരും ഓട്ടത്തിൻ്റെ ഇടയിൽ ഇവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിക്കുട്ടേട്ടനും അപ്പൂസൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മേനെ എടുക്കാൻ പോയി. പിന്നെ വല്യമ്മയുടെ മോൻ അഭിചേട്ടൻ ഒരു സൈക്കിളല്ല, ഒരു പ്രത്യേകതരം സൈക്കിള്, ഒരു കാർ പോലത്തെ ഒരു സാധനം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പോയതിന് ശേഷം അമ്മയും വല്യമ്മയും കൂടിയിട്ട് ഈ ഒരു പച്ചക്കറി ഐറ്റംസൊക്കെ എന്താ പറയുക, ഒരു മത്തങ്ങ വലുതായി നിൽക്കുന്നുണ്ട്, അപ്പോൾ അത് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അത് പൊട്ടിക്കാൻ പോയിട്ടാണ്. അപ്പോൾ ഞാൻ കൂടെ പോയി വീഡിയോ എടുത്തതാട്ടാ. പിന്നെ എന്താ പറയുക, ഇതുപോലെ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സൈക്കിള് പാപ്പൻ്റെ അവിടെ നിന്നൊരു സൈക്കിളുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മളെ ഉണ്ണിക്കുട്ടേട്ടനൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുറേ പാവക്കുട്ടി കളിക്കണ ഐറ്റംസൊക്കെ മോൾക്കും മോനും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഡ്രസ്സാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന ടൈമിലാണ് ഇവരൊക്കെ വന്നിട്ട് നേരെ ഈ കയ്യിലുള്ള കവർ കൊടുത്തത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഗിഫ്റ്റ് തന്നത് ഇതാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണുമായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ കൊടുക്കുകയും ചെയ്തു. ആരുമാണ് എന്തൊക്കെ തന്നതെന്നൊന്നും ഒരു പിടുത്തമല്ലേ. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയണത്, ഞങ്ങൾ രാത്രി ഇങ്ങനെ ഡ്രസ്സൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് നമ്മളിത് കണ്ടത്. ആര് തന്നാന്നൊക്കെ പിന്നെ ഗസ് ചെയ്യാണ് ചെയ്തത്, ശരിക്കും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ എല്ലാവരും പോയതിന് ശേഷം മാളും ഉണ്ടായിരുന്നു ഇവിടെ. മാളുവിനെ ഞാൻ കൊണ്ടാക്കി കൊടുക്കട്ടെ ചെയ്തത്. മാളു ഉണ്ണീനെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചേച്ചിയൊക്കെ സുഡുവിനും ചേച്ചിയുടെ മോൾക്ക് ഡാൻസ് ഉള്ള കാരണം വേഗം കൊണ്ടുപോയി. അപ്പോൾ ചേച്ചിയും പോയി. പിന്നെ അജു ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു കുറച്ച് നേരം, ബാക്കിയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഫ്രണ്ടിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ.
പിന്നെ എന്താ പറയുക, ഈ അവർക്കിത് പൊട്ടിക്കാൻ പറ്റണില്ല. അവനെ വല്യമ്മ മതിലിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു തന്നു. ഞാൻ ഇപ്പുറത്ത് കൂടെ പോയിട്ട് അത് പൊട്ടിച്ച് അമ്മയ്ക്ക് കൊടുത്തു വിട്ടാ. പിന്നെ മാളുവിനെ കൊണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ എടുത്ത് നേരെ റൂമിൽ കൊണ്ടുവച്ചു. അപ്പോൾ അതൊക്കെയാണത്. പിന്നെ വൈകിട്ട് നമ്മളിത് ഡിസ്മാൻഡ്ലിങ് ആണ്. അപ്പോൾ കുറേ ഒന്നും കളഞ്ഞില്ല, അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വല്ല എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അടിച്ച് വാരി ക്ലീൻ ചെയ്യുക. പിന്നെ അച്ഛനും അനിയനും കൂടിയിട്ട് ഇതൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായി അഴിച്ച് സെറ്റാക്കി എന്നിട്ട് വിഷ്ണുവിൻ്റെ കൈ പറ്റാത്ത കാരണം പിന്നെ അവന് ആകെ ക്ഷീണവും കാരണം അവൻ പോയി കിടന്നുറങ്ങി. പിന്നെ ഇതൊക്കെയായിരുന്നു ഫോട്ടോസ് ഞങ്ങളെ കൂടെയൊക്കെ ഉള്ള. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ദു വെച്ച് തന്ന ഡ്രസ്സാണ് കേട്ടോ. ഈ 2 ഷർട്ട് ഉണ്ണിക്ക്, പിന്നെ മോന് ഇത് അതറിയാം. അത് ചേച്ചി ഓൾറെഡി മോന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കുറച്ച് നേരം ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക പോണേൻ്റെ മുന്നേ. അതുകൊണ്ട് അതൊരു പിടുത്തം കിട്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ആരാ തന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇതാരാ തന്നെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അങ്ങനെ നീ എണ്ണി പറയൊന്നും വേണ്ട, അത് വീഡിയോസിൽ കാണിക്കും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് അവൻ പറയുന്നത്. ആര് തന്നു പറയണ്ട. എന്താ പറയുക, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയൂല ആരാ തന്നെന്ന്. ഒക്കെ നല്ല ഡ്രസ്സായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ പറയുക, ഇതൊരു മിഡിയാണ്. മോൾക്ക് അങ്ങനെ മിഡി ടൈപ്പൊന്നും ഇല്ല. കുറേ എടുത്തിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുക്കാറില്ല പൊതുവേ ഉടുപ്പ്. പിന്നെ അങ്ങനെ വല്ല കോഡ് സെറ്റ് അങ്ങനെയൊക്കെ എടുക്കാറ്. പിന്നെ അവൾക്കും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കാണുമ്പോൾ അവൾക്കൊരു ഭയങ്കര സന്തോഷം അങ്ങനെ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളതിലൊക്കെ അപ്പുറം എന്താ പറയുക, എല്ലാവരും കൂടുക ഒരു ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഞങ്ങളത് മിസ് ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതായത് ഞാനും വിഷ്ണു മാക്സിമം എന്തെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കുണ്ടാകുമ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുപ്പിച്ച് നമുക്ക് പറ്റുന്ന പോലെ എല്ലാവരും കൂടി ചേർന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കൂട്ടോ. കാരണം നമ്മളിങ്ങനെ വിളിക്കുമ്പോഴും കൂടുമ്പോഴാണ് ആ ഒരു ബന്ധം ഒക്കെ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാപ്പ് വരും നമ്മളെ ഫാമിലിയിൽ നമുക്ക് തോന്നാറുണ്ട്. അതായത് കൂടുമ്പോഴാണല്ലോ ഇമ്പമുള്ള വീടാവുക. അപ്പോൾ അതാണ്. അങ്ങനെ പിന്നെ ഡ്രസ്സുകളൊക്കെ നോക്കി എല്ലാതും ഇങ്ങനെ ഓരോന്നിങ്ങനെ വലിച്ചിട്ടെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ തുറന്ന് നോക്കി അതെടുത്ത് വയ്ക്കും. അതിൻ്റേതായ ഒരു സന്തോഷം നമുക്കതൊക്കെ കാണുമ്പോൾ. മോൾക്കൊരു എന്താ പറയുക, ഇത് കോഡ് ഒരു പോലത്തെ ഒരു ഡ്രസ്സ് തന്നെ ഉണ്ട്. ഉള്ളിലൊരു ടീഷർട്ടും മറ്റേ ബനിയനും മുകളിലൊരു കോട്ടും ആയിട്ട് വരുന്നൊരു ഡ്രസ്സ്. നല്ല ഭംഗിയുള്ള കളറല്ലേ. ഇങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഈ ഒരു കളർ തീം സെയിം സാധനം കേട്ടോ. അതൊരു മിഡി ആയിരുന്നു, പക്ഷേ വെള്ള ഉള്ളിൽ പുറത്ത് കോട്ട്, പാവാട ഈ ബ്രൗൺ കളർ. എൻ്റെ മാമനായിട്ട് എടുത്തുതന്ന ഡ്രസ്സാണ്. പിന്നെ ഇത് പാപ്പൻ്റെ വീട്ടിൽ നിന്ന് എടുത്താട്ടോ. കാരണം അത് നല്ല ഓർമ്മ ഉണ്ട്. ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നത് പാപ്പൻ്റെ അവിടെ നിന്നുള്ളതാണ്. കാരണം മേമയുടെ കവറാന്ന് പറഞ്ഞിട്ട് മേമ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. പാപ്പന് എനിക്ക് തോന്നുന്നു പാപ്പന് ഏറെ ഇഷ്ടം ഈ കളറാണ്. കാരണം മോൾക്ക് എപ്പോൾ ഡ്രസ്സ് എടുത്ത് തന്നാലും ഈ കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ആ ഡ്രസ്സ്. പിന്നെ എല്ലാതും തുറന്നു തോന്നുന്നുണ്ട്. ഇനി കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അഞ്ചേട്ടൻ, അജുചേട്ടൻ, ഇന്ദുച്ചി, പിന്നെ മാമൻ, ആൻറ്റി, അങ്ങനെ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേതാണെന്നുള്ളത് അറിയാത്ത കാരണമാണ് പറയാത്തത്. വിഷ്ണു പറഞ്ഞ പോലെ എല്ലാതും ഇങ്ങനെ എടുത്ത് പറയണ്ട എന്ന് പറഞ്ഞ പോലെ ഞാൻ അറിയണത് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ എല്ലാ ഡ്രസ്സും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. നല്ല നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നിങ്ങൾ പറയട്ടോ, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഈ വീഡിയോ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡെക്കറേഷൻ, എങ്ങനെയുണ്ട് ഡ്രസ്സിങ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയൂ. കാരണം നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രം ബ്ലാക്ക് ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ.
പക്ഷേ അന്നത്തെ പരിപാടി ഞങ്ങൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ വന്നവരും കൂടിയവരും എല്ലാം ബ്ലാക്ക്. എന്താ പറയുക, അനിയന്മാർ രണ്ടാളും ഞങ്ങൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അവർ രാത്രി പോയിട്ട് ബ്ലാക്ക് എടുത്ത്, അച്ഛനും ബ്ലാക്ക് എടുത്തു. അമ്മയ്ക്ക് ഓൾറെഡി അച്ഛൻ ഡ്രസ്സ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരും കൂടി ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ അമ്മയ്ക്കും കൂടി ബ്ലാക്ക് സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അച്ഛൻ മുൻകൂട്ടി എടുത്ത കാരണം അമ്മയ്ക്ക് ബ്ലാക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഉണ്ടായത്. പക്ഷെ അമ്മയുടെയും ആ ഒരു തീമിൽ നല്ല മാച്ചില്ലേ ആ ഒരു കളർ വന്നപ്പോൾ. പിന്നെ അത് എന്താ പറയുക, ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം ഓപ്പൺ ചെയ്ത് സെറ്റാക്കിയിട്ടാണ്. പിന്നെ വിഷ്ണു ഇങ്ങനെ കൈ വയ്യ, പിന്നെ അവന് ആകെ ക്ഷീണമായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണത്. പിന്നെ എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും പോയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളെല്ലാം ഒതുങ്ങിയപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, കുറേ പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഫോട്ടോ എടുത്തു, ഞങ്ങൾ നേരെ പേരിൽ നിന്ന് ഫോട്ടോ എടുത്തു, ഞങ്ങളും ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.